നമ്മളിപ്പോൾ നിൽക്കുന്നത് 5th ഫ്ലോറിലാണ്. ഇവിടുത്തെ പുസ്തക ശേഖരണം നമുക്കൊന്ന് കാണാം. ഇത് പ്രൈമറി ടീച്ചിങ് എഡ്യൂക്കേഷനെയൊക്കെ സംബന്ധിച്ച ഫ്ലോറാണ്. ഇവിടെ അതിനെ സംബന്ധിച്ച് ഏത് പുസ്തകങ്ങൾ എടുക്കണമെങ്കിലും ഇവിടെയുണ്ട്. ചിൽഡ്രൻസ് മാത്തമാറ്റിക്സ്, ഇവിടെ ടീച്ചിങ് ആൻഡ് ലേണിംഗ്. നമ്മുടെ സബ്ജക്റ്റ് ഇതാണ്, ബിക്കമിങ് ഔട്ട്സ്റ്റാൻഡിങ് പ്രൈമറി സ്കൂൾ ടീച്ചർ. ഏത് തരത്തിലുള്ള ബുക്സ് ആവശ്യപ്പെട്ടാലും ഇവിടെയുണ്ട്. ധാരാളം ഫ്ലോറുകൾ, 5 ഫ്ലോറുകളിലായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസുകളും അവിടെ ധാരാളം ബുക്സുകളും ഉണ്ട്. കൂടാതെ തന്നെ ഇവയെല്ലാം ഓൺലൈനായിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കും. അത് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ കയറിക്കഴിഞ്ഞാൽ, സൈറ്റല്ല, ഓരോ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ട് ഒരു സ്പേസ് യൂണിവേഴ്സിറ്റി അലോ ചെയ്തിട്ടുണ്ടാവും. അതിൽ കയറിയാൽ നമ്മൾ ഈ ലൈബ്രറിയിലുള്ള എല്ലാ ബുക്കുകളും ഓൺലൈനായിട്ടും വായിക്കാം. അങ്ങ് നീണ്ടു കിടക്കുന്നുണ്ട്. സൈലൻറ്റ് സ്റ്റഡി ഏരിയ, കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാൻ വേണ്ടിയുള്ള ഏരിയയൊക്കെ ഇവിടെയുണ്ട്. കമ്പ്യൂട്ടറിൻ്റെ ഏരിയയാണ്. ഇവിടെ ഇഷ്ടംപോലെ കമ്പ്യൂട്ടറുകൾ നമുക്ക് ആക്സസ് ചെയ്യാം. മുകളിലോട്ട് പോയാൽ പ്രിൻ്റർ എടുക്കാനൊക്കെ സാധിക്കും. ധാരാളം കമ്പ്യൂട്ടറുകൾ അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് ഇവിടെ വന്നിരുന്ന കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യാം. ഞാൻ ഈ കമ്പ്യൂട്ടറിലിരുന്ന് എങ്ങനെയാണ് കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇവിടെ യൂസർ നെയിം പാസ്വേഡും കൊടുത്താൽ മതി. ഞാൻ എൻ്റെ യൂസർ നെയിം പാസ്വേഡും കൊടുത്തു. അപ്പോൾ എനിക്ക് യൂണിവേഴ്സിറ്റിയുടെ ലോഗിൻ തുറന്നു വരുവാണ്. ഇനി ഇതിനകത്ത് എനിക്ക് എന്തും ചെയ്യാം. ഇവിടെയാണ് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എത്തിക്സ് ഫോം ഞാൻ സബ്മിറ്റ് ചെയ്തു. ഡിസർട്ടേഷൻ സബ്മിറ്റ് ചെയ്യാനുണ്ട്. അതാണ് സ്പേസ്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വേഡ് ഫയൽ നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇത് ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഓപ്പൺ ചെയ്ത ഫയലുകളൊന്നും ക്ലോസ് ചെയ്യണമെന്നില്ല. ഇവിടെ ഡയറക്റ്റ് പോയി ലോഗ് ഓഫ് ചെയ്താൽ മതി.
ഓക്കെ, അത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ. ബൈ ബൈ.